ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ കൊല്ലൂ, നിങ്ങൾക്ക് സ്വർഗം തരാം, നിങ്ങൾ പൊട്ടിത്തെറിക്കൂ, സ്വർഗം തരാം, നിങ്ങൾ കൊല്ലൂ, നിങ്ങൾക്ക് അബ്സൽസുകളുള്ള അതേ സ്വർഗം തരാമെന്ന് യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞത് അതേ നിങ്ങൾ എന്നിൽ വിശ്വസിപ്പിൻ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. എന്തിനാ യേശു വന്നത്? മാനവകുലം മുഴുവൻ പാപത്തിലായപ്പോൾ ആ പാപത്തിന്റെ പരിഹാരം മനുഷ്യന്റെ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും സാധ്യമാകാതെ വന്നപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി താണഭൂമിയിലേക്ക് വന്നു. അപ്പോൾ ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് അങ്ങ് മരിപ്പിച്ചാൽ യേശു വരേണ്ട ആവശ്യമുണ്ട്? സ്നേഹിതരെ, ഒരു അന്ധനെ കാണുക, അത് വഴി കാണിക്കുവാൻ സാധ്യമല്ല. ഒരു പാപിക്ക് പാപിയുടെ പാപം പരിഹരിക്കുവാൻ സാധ്യമാവുകയില്ല. അന്ധനെ വഴി കാണിക്കാൻ സാധിക്കാതെ വന്നാൽ ആ പാപിക്ക് പാപക്ഷമ നൽകുവാൻ കഴിയാതിരിക്കുമ്പോൾ പാപമില്ലാത്ത പരിശുദ്ധൻ സാക്ഷാൽ ദൈവം മനുഷ്യനായി ജഡത്തിൽ താണഭൂമിയിലേക്ക് വന്നു. അവന്റെ പേരാണ് യേശു ക്രിസ്തു. അവരെന്താണ് ചെയ്തത്? മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി, സ്നേഹിത താങ്കളുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ എല്ലാം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ തന്റെ ദിനത്തെ ഒഴുക്കി തന്റെ ജീവനെ അവസാനമായി താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ വിളിച്ചു പറയാം, മരണം കൊണ്ട് യേശു അവസാനിച്ചില്ല. 3-ാം ദിവസം മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു, ഞാൻ അവിടെ ഒരു ഭവനമൊരുക്കും, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കും, ആ ഭവനത്തിൽ ഞാൻ നിങ്ങളെ ഇരുത്തും. നിങ്ങൾക്ക് സ്വർഗം തരുവാൻ, നരകവിധി നിങ്ങളെ രക്ഷിക്കുവാൻ, പാപം ക്ഷമിക്കുവാൻ, നിത്യജീവൻ തരുവാൻ യേശു മരിച്ചുയർത്തു. താമസമിനാ യേശു വരും. ആ യേശുവിനെതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളൂ എന്ന ഒരു മുഖവരിയോടെ, അല്ലെങ്കിൽ ഒരു വളരെ താണനിലയുള്ള ഒരു അപേക്ഷയോടെ ഞങ്ങൾ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്നേഹിതരെ, കാലം ഇനി അധികമില്ല. ഈ കുട്ടമ്പുഴ ഇവിടെ അധികം നാൾ കാണുകയില്ല. ഇവിടെ ജീവിച്ച അനേക മനുഷ്യർ മരണം വഴിയായി മാറ്റപ്പെട്ടതുപോലെ ഒരു ദിവസം നമ്മളും മാറ്റപ്പെടും. മുല്ലപ്പെരിയാർ എന്ന് ചലിച്ചാൽ നമ്മളൊക്കെ ഒഴുകി അറബിക്കടലിൽ പോകും. പക്ഷേ മരണത്തിനപ്പുറത്ത് മനുഷ്യരുടെ ജീവിതമുണ്ട്. എന്താ ഉറപ്പ്? മരണത്തെ ജയിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരാൻ പോകുന്നു. അങ്ങനെ ഒരു കാലത്തിനായി, ആ നിത്യസ്വർഗത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യേണ്ട, ആചാരം ചെയ്യേണ്ട, അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ട. യേശു ക്രിസ്തുവേ, നീ ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി ജഡത്തിൽ വന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. എന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ഒരു വാചകം അവിടെ നിന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുവാൻ ആരംഭിക്കും. നിങ്ങളെ പൈതങ്ങളാക്കും, പുത്രന്മാരാക്കും, പുത്രിമാരാക്കും. ആ നല്ല സ്നേഹത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ സന്ധ്യാസമയം ഞങ്ങൾ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.